ഹലോ, ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിൽ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിറച്ച് വൈറലായിരുന്ന ഒരു മിൽക്ക് കേക്ക് റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്തു, ഹാഫ് കപ്പ് ഷുഗർ പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ 2 എഗ്സ് ആണ് ഞാൻ ആഡ് ചെയ്തത്. എഗ്ലെസ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ 1/3 കപ്പ് തൈര് ആഡ് ചെയ്താൽ മതി. പിന്നെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായതിനു ശേഷം ഇതിലേക്ക് ഒരു 1 കപ്പ് മൈദ ആഡ് ചെയ്യണം. മൈദ ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഒരു 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്യുക. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഇച്ചിരി സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇച്ചിരി ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പാല് ഒഴിച്ചു കൊടുത്ത് ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. പാല് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ ഒരു കേക്ക് ബാറ്റർ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓവനിലല്ല പാനിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ എടുത്തു, അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ചു, എന്നിട്ട് അതിലേക്ക് വീണ്ടും ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എയർ ബബിൾസ് പോകുന്നുള്ളത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചതിന് ശേഷം ആ അടപ്പിൻ്റെ ഹോള് ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്തിട്ടോ. എൻ്റെ പാനിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ആണ് എനിക്ക് വേണ്ടി വന്നത്. നല്ല സ്പഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. കേക്ക് അവിടെ തണുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മിൽക്കിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. അതിന് 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മിൽക്ക് മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും കേക്ക് തണുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഫോക്ക് എടുത്ത് ഇതുപോലെ കുത്തി കൊടുത്തു. എന്നിട്ട് ഉണ്ടാക്കിയ മിൽക്ക് മിക്സ്ചറിൻ്റെ ഹാഫ് പോർഷൻ ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. ബാക്കി ഹാഫ് പോർഷൻ നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ ഒരു വിപ്ഡ് ക്രീം ടെക്സ്ചറിലാക്കി എടുത്ത് കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്യൂ മിനിറ്റ്സിലേക്ക് കേക്കിൽ ഒഴിച്ച മിൽക്കെല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചൊരു 5 to 10 മിനിറ്റ്സിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇത് സെറ്റായി വരുന്ന ടൈമിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറീസ് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ആക്ച്വലി ഇത് ജസ്റ്റ് ഡെക്കറേഷൻ അല്ല, ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രോബെറി കഴിക്കാൻ കിട്ടുന്നത് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പാനിൽ വെച്ച് തന്നെ കട്ട് ചെയ്തു, അടിയിലൊന്നും തട്ടാതെ. എന്നിട്ട് ടോപ്പിൽ ഇതുപോലെ സ്ട്രോബെറീസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ച് ആ മിൽക്ക് മിക്സ്ചറൂടെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എന്തൊരു സോഫ്റ്റാണെന്നറിയോ, വായിലിട്ട് അലിഞ്ഞു പോവും. അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.